അനുചേട്ടോ അനുചേട്ടാ അച്ഛനല്ലേ മോളെ? അച്ഛൻ ഉണ്ട്. ആരെ മനസ്സിലായില്ല? എൻ്റെ പേര് വിനോദെന്നാ. ഞാൻ അച്ഛനെ പോലെ എഞ്ചിനീയർ ഓഫീസിലെ സ്റ്റാഫാ. അച്ഛൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പൊ അച്ഛൻ വിളിച്ചോട്ടോ. അകത്തിരി ഞങ്ങള്. വേണ്ട വേണ്ട വേണ്ട. ചായ എടുക്കട്ടെ? വേണ്ട. ഇല്ല നിങ്ങൾ കയറി ഇരിക്കേ. വേണ്ട. അച്ഛാ ഇപ്പൊ ചേട്ടാ ഞാൻ ബില്ലും തരാന്ന് വെച്ചിട്ട് വന്നായിരുന്നു. വീടൊക്കെ കണ്ടുപിടിച്ച് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പാറമട കേട്ടപ്പോഴേ. ചേട്ടൻ ഇന്ന് പോകുന്നില്ലോ? എഞ്ചിൻ ഓഫീസിൽ പോകുന്നില്ലയോ? ഞാൻ എനിക്ക് ഒരു ചെറിയൊരു പനി പോലെ ഉച്ചശേഷം വരാം. അതുപോലെ എനിക്ക് കിച്ചണിൽ കുറച്ച് സഹായിക്കാണ്ട് ഇവിടെ. ആ പരിപാടിയൊക്കെ ഉണ്ടോ? പിന്നെ പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യണം. അങ്ങനെ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഉച്ചശേഷം വരാം. നടക്കട്ടെ, എന്നാ പോട്ടെ. പിന്നെ വരാം. പണിയില്ലേ? കുഴപ്പമെന്ത്? ഇത് തുണി തുണി അലക്കാനുണ്ട്. ചുമ്മാ തള്ളേന് വേറെ ആർക്കും കരവൊന്നും കൊടുക്കണ്ടല്ലേ. ചേട്ടോ ചേട്ടാ പറഞ്ഞാ ഓടി വേണ്ട ഓടി വന്നേ. എന്ത്? ഒരു പാമ്പ്. ഇവിടെ ഒരു പാമ്പ് കേട്ടോ. ഇവിടെ എവിടെ? ഞാൻ ഇടയ്ക്കോട് പോയി. തോന്നിയായിരിക്കും. ഞാൻ കണ്ടതായിട്ട് അന്ന്. വിട് വിട് ഇവിടെ ഞാൻ പറയാത്ത ഇവിടെ നാലഞ്ചെണ്ണൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ പാമ്പോട് രണ്ടു മൂന്നെണ്ണൊക്കെ ഉണ്ടെന്ന് ഇവിടെ ഞാൻ ഇടയ്ക്കിടെ കാണാറുണ്ട്. അത് പാവം പോ. നമ്മൾ ശല്യം ചെയ്യണ്ട. അത് നമ്മൾ ശല്യം ചെയ്താലേ നമ്മൾ തിരിച്ച് കൊത്തോളൂ. പാവമല്ലേ? ഞാൻ നാളെ ഒരിക്കൽ വന്നപ്പോഴേ ഇവിടെ കയറ്റി തൂങ്ങി കിടന്നു. ഇത് ഇത്ര ഉണ്ട്. എന്തുകൊണ്ട് പിള്ളേരൊക്കെ ഉള്ളു ഇവിടെ? പിള്ളേരകത്തല്ലേ പാമ്പ് വളർത്തോ ഇവിടെ? നമ്മൾ പാൽ കൊടുക്കുമല്ലോ. ഇല്ലടാ കവർ പാൽ കുടിക്കില്ല, പശുപാൽ കുടിക്കുള്ളൂ. അത് അച്ഛൻ പറഞ്ഞു ശരി കേട്ടോ. അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ട അനങ്ങത്തില്ല. പണ്ട് ഇതുപോലെ ഓർമ്മയുണ്ടോ? നേറ്റിങ്ങനെ തറവാടി വെച്ചേ അച്ഛൻ്റെ കാലിൻ്റെ മുകളിൽ കൂടി ഒരു സാധനം ഇങ്ങനെ കയറി ഇങ്ങ് പോയി. രാജവമ്പാല. അത് എത്ര 10-18 അടി നീളമുണ്ട്. അതേട്ടാ 20 അടി. 20 അടി. അച്ഛൻ അനങ്ങിയില്ലല്ലോ. അച്ഛന് ഇങ്ങനത്തെ ഒന്നും പേടിയൊന്നുമില്ല അല്ലേ അച്ഛാ? പോട്ടെന്നാ സൈറ്റിലും പോയത് പറയല്ലേ. നമുക്കൊന്നും വലിയ പുത്തരിയൊന്നുമില്ല. പണ്ട് പറമ്പിലും പാമ്പ് നമ്മുടെ നാട്ടിൽ നേറ്റിക്കരെ ഒരുപാട് പറമ്പുണ്ടല്ലോ. അവിടെ പാമ്പ് തന്നെ നമ്മളത് കണ്ട് വളർന്നതല്ലേ. നോക്കി പോണേ. അവിടെ പോയി പറഞ്ഞല്ലേ? ശരി പറയാനും അതിര് വേണം കേട്ടാ. ഈ 18 അടി നീളമുള്ള പാമ്പ് രാജവമ്പാല കാലിട കൂടെ കാര്യം പോണെന്ന് പറഞ്ഞാൽ 20 അടി കുഴപ്പമില്ല അല്ലേ? നീ പറഞ്ഞ കുറച്ച് 2 അടി കൂടുതൽ തള്ളുണ്ട്. അതല്ലേ നല്ലത്. പാമ്പുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അവിടെ എന്തോ അനങ്ങിയല്ലപ്പാ. ശരിക്കും പാമ്പുണ്ടാ? അച്ഛൻ തള്ളിയാണ്. പാമ്പുണ്ട് അച്ഛൻ കണ്ടിട്ടുണ്ട് അവിടെ? ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇന്നൊന്ന് തമാശ പറയാത്ത എന്ത്? പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ? പിള്ളേരുണ്ടെങ്കിൽ പാമ്പിന് വന്നൂടെ? പാമ്പിന് കുടുംബ മക്കളൊന്നുമില്ലേ? പാമ്പിന് മരണം. വന്നാൾ ഇതുവരെ പോയില്ലേ? എങ്ങനെ പോവാനാ? അച്ഛന്റെ മുമ്പിലല്ലേ ചെന്ന് വെട്ടെ. രണ്ടുപേരും കൂടെ വായ ഓടിച്ചോണ്ടില്ലേ? പുറത്ത് കിടക്കണമെന്ന് അറിഞ്ഞില്ലല്ലേ? എന്ത് വലിയൊരു പാമ്പമ്മ. പാമ്പെന്ന് പറഞ്ഞു വലിയ പാമ്പ്. അത് എഴഞ്ഞഴഞ്ഞ് ഗേറ്റിന്റെ അടുത്തുള്ള ഏതോ ചെടീന്റെ ഇടയിലോട്ട് കയറി. വലിയ പാമ്പാ? നീ കണ്ടാടാ? ഇല്ല, അച്ഛനപ്പം വർക്ക് ചെയ്ത ആള് കണ്ടല്ലേ. എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അപ്പൊ പൊടുപ്പ് തൊങ്ങലും വെച്ചാൽ കയറി പൊയ്ക്കോളൂ. എടാ നല്ല സ്വഭാവം അത്. ചേട്ടാ അച്ഛൻ്റെ അടുത്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ അത് ഉള്ള കാര്യം ഉള്ള പോലെ പറയണം. അതായത് പൊടുപ്പ് നോക്കല് വെച്ച് പറയരുത്. അതൊന്നും അച്ഛന് ഇഷ്ടമല്ല അല്ലേ അമ്മ? അതെ, ആ കാര്യത്തിൽ അച്ഛനെ മാതൃകയാക്കണം. അതെനിക്ക് പറയാനുള്ളത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് നീ കൊണ്ടുവരണില്ലേ? അതാണ് ഞാൻ ശല്യം ചെയ്തോണ്ടിരിക്കുന്നത്. നമ്മൾ തമ്മിൽ ഇടയ്ക്കല്ലേ ഈ ഒരസിലൊക്കെ നല്ലതല്ലേ? അങ്ങനെ ഒരു ത്രില്ലുള്ളൂ അച്ഛാ, അതുകൊണ്ടാ. അല്ലെങ്കിലും കല്യാണം കഴിഞ്ഞ ശേഷം ബാക്കി പറ ചുമ്മാ വരച്ചു പോയി കത്ത് നോക്കാൻ വേണ്ടി. ലച്ചിവിടെ കത്തി പടർന്നേനിപ്പോ. നീലേ ഇത് കണ്ട ഞാൻ ഒരു സൈറ്റിൽ പോയി തല കാണിച്ച് ഉടനെ ബില്ലും കാര്യങ്ങളും എന്റെ തലയിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാണ്ടല്ലേ ആ കമ്പനി എന്റെ തലയിലാവും. ഇതെന്നെ കൊണ്ട് പറ്റൂല കേട്ടോ. എന്തോന്ന് വാല്യൂ ഇത്? എന്താണ് വാല്യൂ? ഞാൻ ഇങ്ങനെ അടുത്ത് പറയാൻ പോണേ. എന്നെ ഹാപ്പിയുടെ കമ്പനി മാത്രമേ ഞാൻ നോക്കുള്ളൂ കേട്ടോ. ബാക്കിയുള്ള കമ്പനി നോക്കാനുള്ള എന്നെ കൊണ്ട് പറ്റൂല. നിങ്ങളുടെ വിശ്വാസം കൊണ്ടല്ലേ ഇതൊക്കെ ഏൽപ്പിക്കണേ. ഒരു ചലഞ്ചായിട്ട് അങ്ങ് ഏറ്റെടുക്കണം. നീ പറയുന്നത് ചലഞ്ചായിട്ട് എടുക്കാൻ പഴയ 25 വയസ്സൊന്നുമല്ല, ലക്ഷക്കണക്കിന് ബില്ലാണ്. അവസാനം കുത്തുവാനടുത്ത് ഓടിപ്പോവും. ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എല്ലാം നോക്കി കൊണ്ട് നടത്തണം. എന്നെ കൊണ്ട് പറ്റൂലത്. എഞ്ചിനീയർ ഏൽപ്പിച്ച വർക്ക് അച്ഛൻ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ജോലി മതിയാക്കി അന്തസാരി വീട്ടിൽ വന്നിരിക്കും. ജോലി മതിയാക്കി അന്തസാരി വീട്ടിൽ വന്നിരിക്കൂടാ. പിന്നെ എന്നിട്ട് എന്ത് ചെയ്യാൻ പോണേ നിങ്ങള്? പഴയതുപോലെ ആ ബാറ്ററി എടുത്ത് ചുരണ്ടിരിക്കും അവിടെ. ഇടി ബാലു നീ വരട്ടല്ലേ? അങ്ങനെ പറഞ്ഞു വിട്ടാ സ്വന്തമായിട്ട് വർക്ക് എടുത്ത് അന്തസാരി വീട്ടിൽ നിന്ന് ചെയ്യുമോ? ഞാൻ അച്ഛാ എന്താ ചിരിക്കണേ? അത് ഞാൻ ഇന്നലത്തെ ഒരു കാര്യം ആലോചിച്ചാ. ഇന്നലെ എന്ത് കാര്യം? അതമ്മ ഇന്നലെ ഓഫീസിൽ പോണ ധൃതിയില്ലേ കട്ടൻ ചായയില് പഞ്ചാരക്ക് ഒരു ഉപ്പ് എടുത്തിട്ട് അത് ഓർത്ത് ചിരിച്ചാ. അയ്യോ അച്ഛനെന്തിനാ അച്ഛാ ചിരിക്കണേ? ഞാൻ മറ്റേ പറ്റിച്ചാരെ ആലോചിച്ചിരിക്കായിരുന്നു. സിദ്ധുവിനെ എല്ലാം കൂടെ എവിടെ പിടിച്ച് താങ്കളുടെ തല കൈ കെട്ടി വെച്ച് കൊടുത്തില്ലേ? അത് ശരിക്കും തിരിച്ചു കൊടുത്തു. അയ്യോ അച്ഛാ വലിയൊരു പാമ്പമ്മ നമ്മുടെ ഗേറ്റിന്റെ അത് ക്രോസ് ചെയ്തിട്ട് നമ്മുടെ മാവിന്റെ ചോട്ടിലോട്ട് പോയി. വലിയത്
ബാലു പറഞ്ഞ പോലെ കറക്റ്റ് ആയിരിക്കും ഇത്. ഞാൻ 2 ദിവസം മുന്നേ ആ ഗേറ്റിന്റെ അവിടെ തൂത്തുകൊണ്ടിരിക്കുമ്പോഴേ ഒരു പാമ്പ് വന്നിട്ട് നമ്മൾ ആ പേടിപ്പിക്കല്ലേ റംബുട്ടാനില്ലേ, റംബുട്ടാൻ അങ്ങോട്ട് പോയി. ഒരു കറുത്തിട്ടുള്ള പാമ്പല്ലേ? ആ ബാലു ചെന്ന് നോക്കുന്നേ, കൊച്ചൊക്കെ ഉള്ളതല്ലേ. ഇപ്പൊ എങ്ങനെ ഇരിക്കണ് പൊടുപ്പിലും തൊങ്ങിലും വെച്ച് പറഞ്ഞപ്പോ സമാനായ വാ നോക്കവാ. പോയി നോക്കുന്നു. എന്നെ കൊണ്ടുപോകണ ഞാനെന്തിനാ പറയണത്? നോക്കണ്ടേ? ഞാൻ വരൂല. നീ വരാത്തെ? എനിക്ക് പേടിയാണ്.